സംസ്ഥാനത്ത് പ്രളയക്കെടുതിയിൽ 15 പേരാണ് മരിച്ചത്. 7 പേരെ കാണാതായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ ചെങ്ങന്നൂരിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തിരുവനന്തപുരത്ത് നിന്ന് 2 ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുണ്ട്. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമായാണ് നിൽക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക സന്നാഹങ്ങൾ കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളികളുള്ള ബോട്ടുകൾ ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ എത്തിച്ചിട്ടുണ്ട്. സുളൂരിൽ നിന്നും 2 ഹെലികോപ്റ്ററുകൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. NDRFൻ്റെ ഒരു ടീം അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള പോലീസ് സേനയും ആവശ്യമായിട്ടുള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങളും ഉണ്ട്. ഭക്ഷണം ഹെലികോപ്റ്ററിൽ നിന്ന് വിതരണം ചെയ്യാനോ അല്ലാതെ വിതരണം ചെയ്യാനുള്ള പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ട്. 316 ക്യാമ്പുകളിലായി 11,018 പേരാണ് ഇപ്പോൾ ഉള്ളത്, ക്യാമ്പുകളിൽ ഇപ്പോൾ ഉള്ളത്. മരിച്ചവരുടെ എണ്ണം കണക്കാക്കിയിട്ടുള്ളത് 15ആണ്. മിസ്സിംഗ് മരിച്ചവർക്ക് കിട്ടുന്നത് SDRFൽ നിന്ന് 4 ലക്ഷം രൂപ, CMDRFൽ നിന്ന് 2 ലക്ഷം രൂപ, പിന്നെ PMNRFൽ നിന്ന് 2 ലക്ഷം രൂപ, അങ്ങനെ 8 ലക്ഷം രൂപയാണ് മരിച്ചവർക്കുള്ള ധനസഹായം. വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് നേരത്തെ കൊടുത്തിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് 6 ലക്ഷം രൂപയ്ക്ക് വർദ്ധിപ്പിച്ചത്. സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ നേരത്തെ 10 ലക്ഷം ആയിരുന്നത് 12 ലക്ഷമാക്കി. അത് കൂട്ടായി കൊടുക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തിരമായി 10,000 രൂപ വെച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് ഒരു കാർഡിൽ നിന്ന് 2 പേർക്ക് 300 രൂപ വീതം, അപ്പോൾ ഇത് നിൽക്കുന്നത് വരെ അവർക്കൊരു ധനസഹായമായി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്.